ഹലോ മക്കളെ, നമ്മുടെ പുതിയ വീഡിയോക്ക് സ്വാഗതം. പിന്നെ നമുക്കിന്ന് പുതിയൊരു ആള് വന്നിട്ടുണ്ട്. അഗതി വന്നിട്ട് ഏതാ നാട്ടുകാരെ നമ്മള് അതായത് ഇന്നത്തെ വ്ളോഗില് നമ്മള് പുറത്തുനിന്ന് ഒരാളിറക്കിയാണ്. ഇത്രയും കാലം ഞങ്ങള് 4 ആൾക്കാരല്ലേ വ്ളോഗിൽ ഉണ്ടായിനെ. അപ്പൊ നമുക്ക് പുതിയൊരാളെയും കൂടിയും കിട്ടിക്കണം. നാളെ നമ്മളെ പെരീക്ക് ആരോ വന്നീനെ പണ്ട് പൈലറ്റ് വന്നീനെ. ഇന്ന് നമ്മൾ ഇറ്റലിയിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നു. ഇറ്റാലിയൻ ബിയേഡിലെ ആളെ വേദിയിലേക്ക് ക്ഷണിക്കൂ. കമോൺ ഗൈസ്. അതെ ഗൈസ്, ഇറ്റാലിയൻ ബിയേഡ് എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ വന്നപ്പോൾ തൊട്ട് ഇതുവരെ ഞാൻ ഇവരെ കുറ്റം എന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതിലൊന്നും നമ്മൾ തളരൂല ഗൈസ്. നമ്മളെ ആഗ്രഹം നമുക്കുള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും ഇത് അറിയണേക്കാരം. കണ്ണുനീര് തുടച്ചിട്ട് പറയാറില്ല. എനിക്കൊരു വിഷമമല്ല. എല്ലാരും ഇങ്ങനെ പറയുമ്പോ ഒരു ഇതില്ലേ, ഒരു ഭാഗത്ത് നോക്കുമ്പോ ചെരിഞ്ഞിങ്ങനെ നോക്കുമ്പോ പൃഥ്വിരാജിന്റെ ചെറിയൊരു കട്ടുകട. ഇതാണ് ഗൈസ് രാവിലെ തൊട്ട് ഇതുവരെ ഇവിടെ നടന്നു. എന്തൊക്കെയാവോ പഴയ മോണ്ടന്റെ ഒരു ഇത് തോന്നിച്ചിരുന്നില്ല. നമ്മളെ മോണ്ടൻ എവിടെയാന്നാ ചോദിച്ചത്. ഞാൻ വന്നപ്പോ ചോദിച്ച മോണ്ടൻ എന്ത് ചെയ്തു, എന്നോടെ ചോദിച്ചാൽ മോണ്ടൻ എന്ത് ചെയ്തു. നമ്മളെ വണ്ടി എന്തിനാ കൊടുത്തിരിക്കണേ? ചേഞ്ച് ആക്കാനല്ലേ? വണ്ടി ചേഞ്ച് ആക്കാന്. അതേപോലെ തന്നെ ഞാനും ചേഞ്ചായി. അപ്പൊ കഴിച്ച് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്കും കുറെ ആൾക്കാർ നമ്മളോട് പറയുന്നുണ്ട്. അതായത് എന്തായി നിങ്ങളെ വണ്ടി? ഏകദേശം കഴിച്ച് 1 മാസത്തിന്റെ അടുത്തില്ലേ? 1 മാസം കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞിട്ടില്ല, 1 മാസം ആവണുള്ളൂ. ആണോ? 1 മാസം. അതെന്താ അറിയോ? മാർച്ച് കൊറേ ഉണ്ടായിനി. മാർച്ച് കൊറേ ഉണ്ടായിനി. എന്നാണ് പെരുന്നാളിന്റെ 3ാമത്തെ 4ാമത്തെ നോമ്പിന് ആണ്. പെരുന്നാളിന് നമ്മളടുത്ത് വണ്ടി ഉണ്ട്. നോമ്പിന് നമ്മളടുത്ത് വണ്ടി ഉണ്ട്. 2-4 നോമ്പിനുണ്ട്. നോമ്പിന് നമ്മളടുത്ത് വണ്ടി ഉണ്ട്. നമ്മളിന്നിട്ട് തുറവിക്ക് പോയത് ഓർമ്മയുണ്ടോ? നേര് നോൽബിന് 3-4 ദിവസത്തിന് വണ്ടി ഉണ്ട്. പിന്നെ കൊണ്ടേ കൊടുത്ത്. അപ്പൊ ഗൈസ്, അന്ന് തൊട്ട് നമ്മൾ വണ്ടി കൊടുത്ത് ഇന്ന് വരെ നമ്മളോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളെ വണ്ടീന്റെ അവസ്ഥ. നിങ്ങളെ ചോദിക്കണം വായിക്കണേ ഗൈസ്. ഞങ്ങൾക്കും ആഗ്രഹം നമ്മളെ വണ്ടീന്റെ അവസ്ഥ എന്താന്നുള്ളത്. വണ്ടി ആകെ പൊളിച്ചിട്ടിക്കുകയാണെന്നാ പറഞ്ഞത്. ഡോറും അതും ഇതൊക്കെ വേറെ പാടിച്ചാണെന്ന് പറഞ്ഞത്. വണ്ടി പോട്ടാൻ പറ്റുന്ന കണ്ടീഷനിലാക്കി തന്നിക്കണ്. അതായത് നമുക്കൊന്ന് പോയി ഗൈസ്, വണ്ടി ഓട്ടിന്റെ രീതി തന്നെ മറന്നിക്കണേ. സത്യം. അതിനാണ് ഗൈസ് നമ്മള് മുന്നേ വിളിച്ചിരിക്കുന്നത്. അഥവാ അങ്ങനെ ഓട്ടിൽ ഇങ്ങനെ മറന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് 1 മാസമായില്ലേ അറിവില്ലേ. അപ്പൊ കഴിച്ച് നമുക്ക് ഇന്ന് അങ്ങോട്ട് പോയി നോക്കാം അല്ലേ? അപ്പൊ നമ്മൾ ഓനോട് അവിടെ എല്ലാം പറഞ്ഞു വെച്ചിക്കണ്. അപ്പൊ കഴിച്ച് നമുക്ക് നമ്മളെ വണ്ടി കാണാൻ പോവുക. നമ്മളെ ഗൈസ് മുന്നേ കേട്ടോ നമ്മളിപ്പം നിക്കണത്. മുന്നേക്ക് എന്താ പറയാനുള്ളത് പറ്റി? ഇപ്പൊ ആദ്യം കൊറേ കാലത്തിന് ശേഷം ആദ്യമായിട്ട് വീഡിയോ കോൾ ഒരാൾക്ക് നിൽക്കണ്. അപ്പൊ ചോദിച്ച മോണ്ടനില്ലേ സഗട കാണിക്കാൻ വേണ്ടിട്ട് റിസോർട്ടൊക്കെ പോയിക്കണ്. റിസോർട്ടൊക്കെ പോയിട്ട് ഓന്റെ കോളായി കാണിച്ചു മൂഞ്ചി കുത്തിരിക്കാണല്ലോ ഇന്നലത്തെ വീഡിയോയില് ആക്ടിങ്ങാണ്. പോവല്ലെന്നാ ഓക്കെ ഗൈസ്. നമ്മള് നേരെ 3 വണ്ടി എടുക്കാം അല്ലേ? അങ്ങനെയല്ലേ പോണ മോണ്ടാ? ഏതാ ഹെൽമെറ്റ് ഗൈസ്? ബാംഗ്ലൂർ ഹെൽമെറ്റ് ആണത്. കർണാടക ഹെൽമെറ്റ്. എങ്ങനെയുണ്ട് മാമ? ഇതാണ് മമ്മക്ക് സേഫ്റ്റി അല്ലേ? തലിക്ക് തേങ്ങ കുഞ്ഞാടിലും കുഴപ്പമില്ലല്ലോ. വേണ്ട, ഞാൻ തേങ്ങയൊന്നും കൊഞ്ഞല്ല. അത് ഏത് ക്ലിപ്പിംഗ് അല്ലേ? 2 സ്റ്റാപ്ലർ അടിച്ചു കൊടുത്താൽ മതി. വേറെ സാധനം കട്ടിത്തരണം കേട്ടോ. വണ്ടിമ കാണുമ്പോ ഇത് പാറ് ഇങ്ങനെ പോകുന്നത്. അപ്പൊ പിന്നെ പിന്നോട്ട് അത് ഞാൻ പലപ്പോഴും മുടി ഒന്നായിട്ട് പുറത്തേക്കാണ് ഇതിങ്ങനെ പാറിയിട്ടേ. ബാക്കിൽ പോകുമ്പോ കാറ്റ് കെട്ടിട്ട് അപ്പൊ എവിടെ പിന്നോട്ടി. അത് നമ്മളെ ബൈക്ക് സ്കൂട്ടി അങ്ങനെ കിട്ടിയത് ഫ്രീ കിട്ടി. ഫുൾ സേഫ്റ്റി ആണ്. വലിച്ചാൻ പറ്റൂല്ലോ. ഇത് കണ്ടില്ല, കെട്ടി വെച്ചിട്ട് കണ്ടോ? കാര്യങ്ങൾ കെട്ടി വെച്ചാൽ എന്തായാലും ഗൈസ് ഇത് എനിക്ക് ലൂസാ. ടൈറ്റ് ആക്കിയാൽ മതി. ഇവിടെ ഇങ്ങനെ വലിച്ചിട്ട് ടൈറ്റ് ആക്കിയാൽ മതി. എന്തായാലും ഗൈസ് നമുക്ക് ഇനി നേരില്ല. കാരണം ഇവിടുന്ന് ഏകദേശം എത്ര മണിക്കൂറുണ്ട്? 1 മണിക്കൂറിന് എടുത്തില്ല അങ്ങോട്ട് 3/4 മണിക്കൂർ. അപ്പൊ നമുക്ക് ഇനി നേരെ ഇവിടുന്ന് ഇറങ്ങണം. കാരണം ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇനി മൂഞ്ചും. 2-4 ദിവസമായില്ലേ നമ്മൾ വിചാരിച്ചു പോണെന്ന്. അപ്പൊ നടക്കില്ല. ഇന്നലല്ലേ? ഇന്നലെ മിഞ്ഞാന്ന് അങ്ങനെ ഓരോരോ റീസൺ കൊണ്ട് അങ്ങനെയും പോയില്ലേ? ഇന്നലെ എത്ര മണിക്കാ? 1 മണിക്കോ? 1 മണിക്കാ? ഇന്നലെ 1 മണിക്ക് പോയിട്ട് 1 മണിക്ക് പോയിട്ട് 8 മണിക്കാ കഴിച്ചു വന്നിക്കണ. അതന്നെ 8 മണിയല്ല. അതെന്താ ഞാൻ പറഞ്ഞുതരാം. അതേ കഴിച്ചു. ഇത് വെട്ടണ ആള്
ഇറ്റലിയിൽ മാത്രമേ ഉള്ളൂ. അയാളെ ഫ്ലൈറ്റ് ടിക്കറ്റ് അതേപോലെ തന്നെ എയർപോർട്ട് ഫണ്ട് അങ്ങനത്തെ ഇതൊക്കെ ഒക്കെ അവിടെ വന്നിട്ടാണ് ഇത്ര ടൈം ആയത്. ആയിക്കോട്ടെ ഇനി ഞങ്ങൾക്ക് വിരോധമല്ലല്ലോ. അയാൾക്കില്ല പുള്ളി ചെലവ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇത് തുടങ്ങിയാൽ മതിയല്ലോ. എന്ത് ഇത് വെട്ടാൻ വലിയ പൈസ ഒന്നും ഇല്ല. എവിടെ പോയി ചോദിച്ചാലും കഴിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റാലിയൻ ബിയേഡ് എന്ന് പറഞ്ഞാൽ മതി. അത് പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ കാണിച്ചാൽ നീ വീഡിയോ എടുത്ത് കാട്ടിക്കൊടുത്താൽ എന്നാ വാ പോവല്ലേ. അപ്പൊ കഴിച്ച് നമ്മളെല്ലാവരും നമ്മളെ 2 വണ്ടിയുണ്ട്, പിന്നെ അതേപോലെ തന്നെ മുന്നേന്റെ വണ്ടിയുണ്ട് അല്ലേ. നമ്മൾ അതിലാണ് പോവുകയാണ്. എന്നാ ഇനി എന്താ എനിക്കെന്തായാലും നമുക്ക് ഇറങ്ങാം. ഹെൽമെറ്റ് എനിക്കാ അതിനെന്താ അറിയോ മുടി ചെയ്താണ് പോകും. താങ്ക് യു. അപ്പൊ ഗൈസ് ഇനി അധികം പറഞ്ഞു നിൽക്കണില്ല, നമ്മളൊക്കെ അങ്ങോട്ട് പോവാ അല്ലേ മുന്ന. എടി ഇവിടെ എന്തൊക്കെ ഉണ്ട്? അടി പറ്റൂല. കച്ചവടക്കാരി ആരുടെയൊക്കെ കച്ചവടം ഇതുണ്ടടാ. ഇതിനെത്രടി? ഇവിടെ ഇതിന് ഇവിടെ ഇതിന് കണക്കിരുന്ന് ഓളെ കാട്ടി കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് കേട്ടോ. പിന്നെ ബീഡി ഇതെന്തിനാ? ബീഡിക്കോ? വണ്ടിയോ? നാളെ ഈ വ്ളോഗ് അവസാനിച്ചിട്ട് കാണാൻ നമുക്ക്. ഇവിടെ തന്നെ നിങ്ങളെ പേര് ഏതാ? ഇതാണ് നിങ്ങളെ പേര്? കാണുന്നത് താക്കോല് ചാടി കിട്ടിയാണോ നിങ്ങൾ വെച്ചതോ? ആടാ വ്ളോഗിലാണ് കാണണ്ടേ പറയാം. നമുക്ക് ഇവിടുന്ന് ഒരു താക്കോല് കളഞ്ഞിട്ടിരിക്കണ ഈ കുട്ടിയാൾക്ക് കിട്ടിയാണ്. റോഡിൽ പോകുമ്പോ ഇത് കൊറേ കൊല്ലം മുമ്പിലാണ് തോന്നുന്നുണ്ട്. 3 അല്ല ധാരാണെങ്കിലും ഇവിടെ ഉണ്ട് താക്കോല്. കടിച്ചാ നിക്കണത് കടിച്ചാ നിക്കണത്. ഇവിടെ ഇത്രയും മുട്ടായി ഉണ്ടാക്കിയിട്ട് അപ്പൊ കടിച്ചാൽ പൊട്ടാത്ത സാധനം മാത്രം തൊള്ളി കിട്ടുന്നത്. ഇതാണ് മൈക്ക. ഗൂഗിൾ പേ അല്ല. ഗൂഗിൾ പേ അല്ലേ? ആ പടച്ചോനെ ഇത് ഓർമ്മ എനിക്ക്. ഇതെനിക്ക് ഇറങ്ങാവോ? എന്നാ തുടങ്ങിയത്? ഇതറിയോ അമ്മമാക്ക്? ഇതെന്താന്നറിയോ? മാല. എടാ ഇത് നോക്കടാ കറക്റ്റ് ആയിട്ട് നോക്ക്. ഇതൊക്കെ എനിക്ക് പണ്ട് നല്ല ഓർമ്മ ഉണ്ട്. ഇത് മറ്റേ ഇതിട്ട് ഉണ്ടാക്കിയ ഓർമ്മ ഉണ്ടാവും. അതിന്റെ മറ്റേ സോഡന്റെ ബ്ലേഡ് ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിട്ട് കഴിച്ച് നമ്മള് സോഡ വാങ്ങിക്കണേ. സോഡന്റെ അറപ്പിട്ടാൻ വേണ്ടിട്ട് ഫ്രീ ആയിട്ട് കിട്ടും, പക്ഷെ തപ്പിട്ട് കിട്ടില്ല. അടിച്ച് പരത്തും. എനിക്കൊന്നും വേണ്ടേ? ഉള്ളിലുണ്ടല്ലേ കണക്കുണ്ടോ എടുത്തിന്? അത് നിങ്ങൾ അതുണ്ടാവും അവിടെ. മൊബൈൽ കളിച്ചിരിക്കണേ ഏതോ കുട്ടി പുതിയ കുട്ടി സെറ്റ് ആയിക്കണേ. അപ്പൊ അതിനെ വളർത്തി വലുതാക്കി അതിനൊരു പെരിയും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ട് മടങ്ങുള്ളൂ. അതിനെങ്ങനെയാലും കഴിച്ചിലാക്കിപ്പിച്ചോളാം. ഇല്ലട്ടോ പുതിയ കുട്ടി വന്നിട്ട് ഉണ്ടാക്കിയപ്പോ പറയില്ലേ. അതെ അതെ അതെ. മമ്മക്ക് ഇനി വേറെ എന്തെങ്കിലും വേണം? മമ്മ മതിയോ? വേറെ ഒന്നും വേണ്ട. 25 റുപ്യ എത്ര ആയിട്ടുള്ളൂടി? 25 റുപ്യ ആയിട്ടുള്ളൂ. ഈ മുട്ടായി ചോദിക്കുന്നു എഴുതിക്കോട്ടോ. നിങ്ങൾ എല്ലാവരും തിന്നോ? എടുത്തു തന്നോ? നിങ്ങൾക്ക് എന്താ? നിങ്ങൾക്ക് പൈസ ഉണ്ടോ? നിങ്ങള് എപ്പോ എത്തങ്ങളെ പേരെന്തൊക്കെയാ പറഞ്ഞാണി? എന്റെ പേരെന്താ? എന്റെ പേര് പറ. ആലിയ. എന്റെ പേരോ? അംലിയ. എന്റെ പേരെന്താ? എന്റെ പേരെന്താടി? എങ്ങനെ? റഹിലിയ. സുഖല്ലേ എല്ലാവർക്കും? ഓ ആയാ മതി. എടി കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? എത്ര ദിവസമായി നമ്മളെ കച്ചവടം തുടങ്ങിയിട്ട്? ഒരാഴ്ചയിൽ ഡെയിലി ഇപ്പൊ എത്ര കച്ചവടം ഉണ്ടാവും?
ഒരു ദിവസം 2 കച്ചവടോ? അതേതാ കച്ചവടോ? ആണോ? വെറുതെ ഇരിക്കുന്നതാണ് മെച്ചാലേ. എടി ഇതന്നല്ലേ നമ്പർ? ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് കൈ. നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്നു ചൂടൊക്കെ. അതാണോ? എങ്ങനെയമ്മ? കുറച്ച് വെള്ളം കൊടുന്നു ചൂടവിടെ. വെള്ളോ? ആർക്ക് വെള്ളം? കിട്ടിയെങ്കിൽ കുടിച്ചേരി. അത് പരിപാടി ഇരിക്കട്ടെ കളിക്കാം. അമ്മമ്മ ഞാൻ പറയുമ്പോ അമ്മമ്മ ഇവിടെ പോട്ടെ ബാ. മമ്മ ഞാൻ പറയുമ്പോ ഇവിടെ കച്ചവടത്തിന് നല്ല മുന്നേറ്റം. അത് പറ്റും. നല്ല കച്ചവടാ. എങ്ങനെ? 30 കുട്ടികളാണ്. ആണോ? പേര് കുട്ടികളെ നിങ്ങളെ മാങ്ങി പറിച്ചതിന്റെ ഇടയിൽ കൂടെ. അപ്പൊ ഗൈസ് നമുക്ക് പോവാ. നിൽക്കേ ആ കുട്ടി വെള്ളം കൊണ്ട്. വെള്ളം പറഞ്ഞ അതിന്റെ ഇടയിൽ കൂടെ ചൂടുവെള്ളം വെള്ളോ? ഗൈസ് ഇനിയിപ്പോ വെള്ളം കുടിച്ചിട്ട് നേരെ പോവാട്ടോ. ഇനിയിപ്പോ എവിടെ നിൽക്കാനൊന്നുമില്ല, നേരെ പോവാ. ഇരുട്ടാവും. ഏതാ കപ്പിയ വാങ്ങിയത്? ഇതേതാ താത്ത വാങ്ങാൻ കപ്പിയ? ബഡോ ഉണ്ടാക്കി വെച്ചാലേ. നീ ഗൈസ് നമ്മൾ നേരെ പോവുകയാണ്. ഇതൊന്നും തിന്നില്ലേ? ഞാൻ തിന്നു. ഞാൻ മുട്ടായൊക്കെ എടുത്ത് തിന്നു. സെറ്റല്ലേ? കച്ചവടം സെറ്റല്ലേ? ആയാ മതി കേട്ടോ. അതന്നെ കുറച്ചും പാടെ ഐറ്റംസ് ഇറക്കും. അതന്നെ കുറച്ചും കൂടിയൊക്കെ എന്തേലൊക്കെ എന്തേലൊക്കെ ഇതാക്കി കുറച്ച് ന്യൂട്ടല്ലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇറങ്ങി. മോരും വെള്ളമൊക്കെ എടി ഇതൊക്കെ മോരും വെള്ളമൊക്കെ വെച്ചാൽ മതി. മോരും വെള്ളം മത്തക്കള്ളൊക്കെ വെച്ചാൽ മതി. ഇൻഷാല്ലാ തുടങ്ങാം കേട്ടോ. അപ്പൊ കുഴപ്പമില്ല അതിന്റെ. അതെ കാർ പാർക്കിംഗ് ഉണ്ട്, വരുന്നവർക്ക് വിശാലമായിട്ട് നിൽക്കാനുള്ള സ്പേസും ഉണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അതന്നെ ഗൈസ് നമ്മൾ ഈ മൂത്തേരൻ റോഡ് ഇടയ്ക്കര മൂത്തേരൻ റോഡിനൊക്കെ പോകുന്ന ആൾക്കാർ ഇവിടെ എന്തായാലും മസ്റ്റായിട്ട് കയറുക, ട്രൈ ചെയ്ത് നോക്കുക അല്ലേ. അനക്കെന്താ പറയാല്ലേ ബിസിനസിനെ കുറിച്ച്? അതാ മടിയോ? അതന്നെ എന്തിനാ മടി? ഇങ്ങനെ തന്നെ അല്ലേ ഓരോന്ന് നടക്കാം. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇറങ്ങാൻ നോക്കട്ടെ, കാരണം നമ്മളെ കാർ അവിടെ വെയിറ്റിംഗ് ആണ്. അവിടെ എത്തിയിട്ടാണ് നമുക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാൻ. അപ്പൊ നമുക്ക് നേരെ ഇവിടെ ഇറങ്ങാം. ഓക്കെ ഓക്കെ. എന്നാ വെള്ളം കുടിച്ചിട്ട് പോവാം, മാമാനെ കാത്തുക്കാം. അപ്പൊ ഗൈസ് നമുക്ക് നേരെ പോയോക്കാം. അങ്ങനെ ഗൈസ് നമ്മളെ വണ്ടിയിലെ ലൊക്കേഷനിൽ എത്തിക്കണേ. നമ്മളെ ചെറുക്കൻ ഗൈസ് അവിടെ ഉണ്ട്. നമുക്ക് എവിടെയാണോ വണ്ടി സ്ഥലം അറിയില്ലാനി. അപ്പൊ നമ്മൾ വന്നുകൊണ്ട് നിന്നപ്പോൾ ഗൈസ് അവിടെ വണ്ടി കണ്ടു. ആ സ്ഥലം കാണിച്ചു. അവിടെ ഗൈസ് മുന്നേ ഓൾറെഡി അവിടെ വണ്ടീൻ്റെ അടുത്തേക്ക് മുന്നേ പോയിക്കണം കേട്ടോ. എന്നാ വാ മമ്മ കയറി. ഇനി ഗൈസ് നമുക്ക് നേരെ വണ്ടീൻ്റെ അടുത്ത് പോവാം. നമ്മൾ നേരെ കയറി ചെല്ലണതിന് നേരെ വണ്ടീൻ്റെ മുമ്പ് കേൾക്കാലോ. ആ കയറി വാടാ. അങ്ങനെ ഗൈസ് നമ്മളെ ചെറുക്കനല്ലേ നിൽക്കണേ. നമ്മളെ ചെറുക്കനെ കാണാൻ പൂതിയായിട്ട് ഇറങ്ങട്ടെ. അങ്ങനെ ഗൈസ് നിങ്ങളെല്ലാരും ചോദിച്ച സാധനമാണ് ആ കിടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ പണി നടന്നുകൊടുക്കാണ്. ബാ മുന്നേ ബാ. എടാ ചങ്ങായി എന്താ പതി അയച്ച് പണിയല്ലേ മമ്മ. ഇതൊക്കെ കഴിച്ചപ്പോ വലിയൊരു വണ്ടി. വലിയ വണ്ടിയാ? ഒരാൾക്ക് ഓട്ടാൻ പറ്റൂലേ? ഒരു സീറ്റ് ഉണ്ടല്ലേ? എനിക്ക് വരാൻ വേണ്ടി അങ്ങനെ ഗൈസ് ഈ കാണാണ് ഞങ്ങളെ വണ്ടി. എങ്ങനെയുണ്ടെന്ന് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ്. പണി നടന്നുകൊണ്ട് നിൽക്കാണ്. 5-6 മാസം നമ്മളിന്ന് പോയിട്ട് തോന്നുക. അതായത് കൊറേ കാലമായിരിക്കും നമ്മൾ കാണാതെ. നമ്മളിത് ഒക്കെ ശരിയാക്കാണ്ടേ. ഇപ്പൊ ഏകദേശം പകുതിയായില്ലേ പണിയടാ? നമ്മളെ പാച്ച് വർക്കിന് മുക്കാവാൻ കഴിഞ്ഞ ഞാൻ പറഞ്ഞു ഒരു ചവിട്ടി കയറാൻ സാധനം വെക്കണമെന്ന്. ഇതല്ല ചവിട്ടി കയറാനല്ല, അത് വണ്ടിന്റെ ബോഡിയാണ്. സീറ്റ് ഇല്ലല്ലേ? എന്നാ നീ പറഞ്ഞോ. അറിഞ്ഞോട്ടെ. അപ്പോൾ അതായത് ഗൈസ് നമ്മളെ വണ്ടി ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രേ ചെയ്തിട്ടുള്ളൂ എന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മളെ വണ്ടി എന്ന് പറഞ്ഞാൽ 1996 മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെയറിങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് താമസങ്ങളുണ്ട്. അതായത് ഓൻ്റെ രീതിക്കും അന്വേഷിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ രീതിക്ക് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഗൈസ് ഇപ്പോൾ ഇവിടെ സ്പെയർ എല്ലാം കിട്ടിയില്ലേ? ഇനി നമുക്ക് ബെൽറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. നല്ല ആ ഒരു പ്രയാസം കൂടെ ഉള്ളൂ. എത്തിക്കഴിഞ്ഞ സ്പെയർ എത്താനുള്ള ടൈം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച്
പാച്ച് വർക്ക് കൊണ്ട് തീരാനുള്ളൂ. അത് കഴിഞ്ഞാൽ ഇൻഷാല്ല പെയിന്റിംഗ് ഒക്കെ നമുക്ക് കിടക്കാം. പെയിന്റിങ് പെട്ടെന്ന് കഴിയൂലേ? പെയിന്റിംഗ് തന്നെ പെട്ടെന്ന് നമുക്ക് തീർക്കാം. പിന്നെ അത്യാവശ്യം പുട്ടി വർക്ക് ഉണ്ട്. ഇതെടുത്ത ഈ ഒരു പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പുട്ടിയിട്ട് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാക്സിമം ഇൻഷാല്ല ഫാസ്റ്റ് ആക്കി തന്നെ നമ്മൾ ചെയ്യണം. ഞങ്ങൾക്ക് എത്രയും എന്നാലും ഏകദേശം ഒരു എത്ര ദിവസം പറയാൻ പറ്റും എനിക്ക്? ഏകദേശം എന്ന് പറഞ്ഞാല് അടുത്ത മാസം കൊണ്ട് ഇൻഷാല്ല നമുക്ക് ഇറക്കാം. 5 മാസമാവും. നീറ്റാക്കി എടുക്കണേ. ഇനിയൊക്കെ കൊറേ കാലം കൊണ്ടിടക്കണ്ടേ. അത് വേണം. എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് നന്നാക്കി നാളെ നന്നാക്കാൻ കൊടുക്കാൻ പറ്റൂല. പിന്നെ നമുക്ക് നീറ്റായി നന്നാക്കണം. അതെ, അതെന്താ വെച്ചാൽ ചെറിയൊരു പണിന്റെ ഇടയിൽ കിട്ടിയ സ്റ്റാർട്ടിങ്ങിന്റെ പ്രശ്നം ഞങ്ങളോട് പറഞ്ഞില്ലേ, അതാണ് കുറച്ചുകൂടി ഡിലേ ആയത്. അത് ഇലക്ട്രിക്കലിന്റെ ഒരു പ്രോബ്ലം ആയിരുന്നു. അതിപ്പോ ക്ലിയർ ആയിക്കണെങ്കിൽ ലാസ്റ്റ് ഒന്നുകൂടി ക്ലിയർ ആ. വയറിങ് പഴയ വണ്ടി ആയതുകൊണ്ട് പഴയ വയറിംഗ് ആണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇൻഷാല്ല അത് റെഡി ആയിക്കണേ. ഇനി ലാസ്റ്റ് ഒന്നും കൂടി വയറിംഗ് ചെയ്യാം. ബാക്കിയൊക്കെ സെറ്റ്. ബാക്കി പറഞ്ഞ മറ്റേ റണ്ണിങ് കണ്ടീഷൻ, ആ ബാക്കത്തെ മറ്റേ വീൽ വയറിംഗ് ഒക്കെ ക്ലിയർ ആയില്ലേ? ഒരു പ്ലെയിനിൽ പോണ പോലെ ഇനി അത് ബെയറിംഗും കാര്യങ്ങളൊക്കെ അത് ഉണ്ടായിനെ. അത് ഞാൻ കരുതിയ എന്താ ക്ലച്ച് ഡിസ്ക് വീലിന്റെ പ്രശ്നമാണ്. എന്തൊക്കെ വർത്താനം പറയുന്നുണ്ട്? ഇതൊക്കെ പൊട്ട് ഇതൊക്കെ മാറ്റൂലേ? ഇതൊക്കെ ഒക്കെ സെറ്റ് ആക്കി തരും അമ്മക്ക്. ഇപ്പൊ ഈ ഒരു സാധനം കണ്ടില്ലേ? അത് പുതിയ വച്ചല്ലേ? അത് പുതിയ ഈ ഒരു സാധനം കണ്ടില്ലേ? ഈ സാധനം പുതിയ അവിടെ വെക്കാം. ഉമ്മാക്ക് എന്താ പറയാനുള്ളത്? ഞാൻ ആകെ എന്താ പൊട്ടിക്കാണ് ഇത് കണ്ടിട്ട്. അപ്പൊ നമ്മൾ ഇതിലല്ലേ കുട്ടിയെ പോയത്? നമ്മൾ അങ്ങോട്ട് പോയത്. ഞാൻ പോയപ്പോ കണ്ടേ. ഞാൻ വണ്ടി ഇങ്ങനെ നോക്കുക എവിടെ വെച്ചിട്ട്. നമുക്ക് എന്തായാലും ഒന്ന് ഓട്ടി നോക്കാം. ഉമ്മ എവിടെ ഇരിക്കും? ഞാനിരിക്കും. ഞാൻ അങ്ങോട്ട് തിരിച്ചാ കുത്തിരിക്ക. തിരിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ട് നോക്കാം. കുറെ കാലത്തിന് ശേഷമാണ് ഗൈസ് ഈ വണ്ടി ഒന്ന് നമ്മളിപ്പോ ഓട്ടി നോക്കാൻ പോണത്. ഒരു മാസായില്ലേ? 1 മാസം എന്നല്ല, 1 കൊല്ലമായിരിക്കും തോന്നുക. കിട്ടാതെ കിട്ടിങ്ങാണ്ട് പിന്നെ മാറിക്കും വരുന്നല്ലേ. കാരണം ഈ വണ്ടിമെന്നാണ് നമ്മൾ ഹോട്ടലിൽ പഠിച്ചത്. അപ്പൊ ഈ വണ്ടി കൊണ്ട് പോയപ്പോ എന്തോ പോലെ കുറച്ചൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഭാവിയിൽ ഉഷാറായിട്ട് കൊണ്ടുനടക്കാം. അതാണ് നമുക്ക് ഇതിപ്പോ ഇന്നെടുത്തിട്ട് നാളെ വിൽക്കാനുള്ളതല്ലോ. അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ട്. എന്താ വെച്ചാല് കുട്ടികളൊക്കെ വിൽക്കാനല്ല, നമുക്കിത് കൊണ്ടുനടക്കാനേ. വിൽക്കാനാണെങ്കിൽ നമ്മൾ നിൽക്കണം. ഉമ്മ പോയി ഇത് കല്യാണ പേര് കട്ടനും ഇതൊക്കെ വെച്ചിട്ട് ഡോറിന്റെ ആവശ്യമൊന്നുമില്ല. ഡോറൊന്നും ഇല്ല കേട്ടോ. അതിനെന്താ ഞാൻ കുട്ടിയുണ്ടല്ലോ അവിടെ. ഞാന് അവിടെ ഇരുന്നോ? അത് വെള്ളപ്പേന്റാണോ? ഇത് കയറിക്കടി ചെങ്ങായത് കേറിക്കുമ്പോ ചളി നോക്കണ്ട. തിരുമ്പി പോവാ. ഇനി ഇപ്പഴേ കയറാൻ പറ്റുള്ളൂ. ഇനി 4-1 മാസത്തിന് ഉമ്മാക്ക് ഇതിൽ കയറാൻ പറ്റൂല. അവിടെ ഇരുന്നോളാ. മുന്നേ ഇരുന്നോ? ഗൈസ് നമ്മളങ്ങനെ വണ്ടി ഇനി എടുത്താണ്ട് പോകാൻ പോകുകയാണ്. ഇമ്മമ്മ സെറ്റല്ലേ? പോകല്ലേ, സന്തോഷം. പോട്ടെട്ടോ, ഒരു റൗണ്ട് പോയിട്ട് ഞങ്ങള് വരാം. 100-110 കൂടി കുറഞ്ഞു പോല അത്. റോഡ് കയറ്റണോ? ഫുള്ള് വൈബ്. ഡോറൊന്നുമില്ല വണ്ടിക്ക്, പക്ഷെ സംഭവം സെറ്റാ. പണി നടന്നുകൊണ്ടിരിക്കല്ലേ, അതിൻ്റെതായിട്ടുള്ള സാധനങ്ങളാണ്. മോണ്ട എന്താ അവസ്ഥ? ഓടിക്കാനാടാ? ഓടിക്കാൻ സെറ്റാണ്. സെറ്റായാ മതി. മമ്മ വണ്ടി എങ്ങനെയുണ്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോ? ഞാൻ ഇവിടെ പിടിച്ചിക്കണേ. അവിടെ മാത്രം പിടിച്ചാ മതി. ഇന്ന എവിടെയെങ്കിലും പിടിച്ചു പിടിച്ചിരിക്കല്ലോ. ഇല്ലല്ലോ, കുഴപ്പമില്ല. ഞാൻ സെറ്റാ. എങ്ങനെ കുത്തിരിക്കണേ? അത് ശരി. ഒച്ചയുമ്പൊളിയൊന്നുമില്ല. മറ്റേ കുത്തിക്കുലുക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കുത്തിക്കുലുക്ക് ഉണ്ടാകാൻ വേണ്ടി ഇതൊന്നും ഇല്ലല്ലോ. അതിന്റെ എല്ലാ സാധനങ്ങളും അയച്ചിട്ടില്ലേ? എന്നാലും സംഭവം സെറ്റായി. കുറെ നാളെ കഴിച്ച് ഓട്ടിയിട്ട് അടുത്ത എവിടെയാണെങ്കിൽ വന്ന് വണ്ടി എടുത്തോണ്ട് ഓട്ടിയോ. ഇത് പോകാൻ പറ്റൂലല്ലോ. വ്യൂ കാണിച്ചിട്ടൊന്നുമില്ല.
അങ്ങനല്ലേ നമ്മളെ ഇതിന്റെ ബാക്കിലേ കണ്ടോ ഇങ്ങനെയാണ് ഞങ്ങള് ഇവിടെ ഇരിക്കണത്. ഫുള്ള് സെറ്റപ്പാ. മുന്നൊക്കെ ഫുള്ള് സെറ്റപ്പ് ഞമ്മടെ കുറിച്ച് മോഡലല്ലേ ഇങ്ങനെ അതൊന്നും ഞാൻ നോക്കില്ല കഴിച്ചു ആ വെത്തപ്പാട്ടിലിട്ട് പോകുന്നതാണ് നല്ല ടൈം ഇട്ടിട്ടില്ല കുടിച്ചാനും കൂടി സ്പേസ് ഇല്ല. ആൾക്കാരൊക്കെ റോട്ടിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോ വിചാരിച്ചോ ഈ വണ്ടി മനസ്സിലാവണില്ലല്ലോ അറിയും. കിട്ടും ഒറ്റയടിക്ക് കിട്ടും നമ്മളെ വണ്ടിയൊക്കെ. വണ്ടിയൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ ഇതൊക്കെ വെച്ചാൽ മതി. വണ്ടിയൊക്കെ അടിപൊളിയായി. ഇനി ഇത് വെച്ചാൽ മതി. മറ്റേ കടകടാന്ന് ഇപ്പൊ ഒക്കെ ശരിയായി. എവിടേക്ക് അമ്മ പിടിച്ചിക്കണേ? ശരി മുന്നേ സെറ്റല്ലേ? കൊഴപ്പല്ലേ? ചെറിയൊരു ധൈര്യത്തിൽ നിൽക്കാണ്. ഫുൾ ഓപ്പൺ സ്പേസ് ആണ്. എവിടെയും തടവില്ലല്ലോ. അതാണ് പറഞ്ഞേ അമ്മ ശരിക്കും പിടിച്ചോളി. ഞാൻ പിടിച്ചു. ഇപ്പോഴാണ് പറക്കം തെളിക്കാൻ ഇതിലെ വണ്ടി അവിടെ പരാതി തീർന്നു. കാണാൻ പോലും ഉണ്ടായില്ല. എന്താ വെച്ചാ ഒരുപാട് കാലമായിരിക്കും നമ്മളിന്ന് പോയിട്ട്. സംഭവം സെറ്റാണ്. എല്ലാരും എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്തിട്ടോ. സംഭവം ഇങ്ങനെ ഓപ്പൺ സ്പേസിലൊക്കെ പോകാൻ അടിപൊളിയാ. ആ അതെ എവിടേക്കൊക്കെ എല്ലാ ഊർക്കും പോകും. ബാംഗ്ലൂരോ? ഇൻഡിക്കേറ്റർ ഒന്നും ഇല്ല. ബാംഗ്ലൂർ വണ്ടിക്കാരനും കൂടി ഉണ്ടേ. ഞാൻ എടുത്തോ. അല്ല ഇവിടെ നിന്ന് ഇറക്കിക്ക. ഞാൻ ഇന്നൊന്ന് ഇറക്കിക്കളാം. നിങ്ങളൊന്ന് റൗണ്ട് അടിച്ചളി ഇതിൽ കൂടെ. നോക്കി പിടിച്ചിരുന്നോ? വേണ്ട ഡൈലിരുന്നോളി. എങ്ങനെ സെറ്റാണോ? ഞാനും അല്ല ഇമ്മമ്മ എങ്ങനെയുണ്ട്? എന്താന്ന് വെച്ചാ യാതൊരു കുഴപ്പമില്ല. നല്ലൊരു വണ്ടിയിൽ ഇരിക്കണമായിരിക്കും എന്റെ വീട്ടിൽ. അത്രേ ഉള്ളൂ. മറ്റേ നമ്മൾ അന്ന് പറഞ്ഞ കേറുന്നുണ്ടല്ലേ? അതാണേ അല്ല നിങ്ങള് ഓടിച്ചോളി, ഞങ്ങള് ഇറക്കാം. നീ ഇത് ഓടിച്ചോ. ഗായ്സ് ഈ കാണാൻ കേട്ടോ നമ്മളെ വണ്ടിന്റെ ലുക്ക് എല്ലാരും എങ്ങനെ ഉണ്ടെന്നൊന്ന് കമന്റ് ചെയ്യട്ടോ. ഞാനും കേൾക്കാം. അതല്ല മറ്റേ ലോറിന്റെ ഫ്രണ്ടില്ലേ ഇവിടുന്നൊക്കെ അങ്ങനെ നോക്കുമ്പോ കണ്ടിട്ടില്ലേ? ലോറി അല്ല എന്താണ് വണ്ടിന്റെ എവിടെ കാണാക്കുന്ന നമ്മൾ ചക്രം പുതിയതാക്കിയാണ്. ആദ്യം ചക്രം പുതിയതാക്കി. ചക്രം തീരല്ല പിന്നെ വേറൊരു കാര്യം പറയണ്ട് ഗൈസ്. ഈ വണ്ടിക്ക് അത്യാവശ്യം പണിയുണ്ട് കേട്ടോ. ഓൻ അയച്ചു നോക്കിയപ്പോഴാണ് പറഞ്ഞത്. അതായത് ബോഡിക്ക് അത്യാവശ്യം പണികളുണ്ട്, നല്ല തുരുമ്പാലുണ്ട്. അപ്പോൾ ഇത് വാങ്ങിയ ചങ്ങായി നമ്മളെ ചാമ്പ്യോന്ന് ചെറിയ ഡൗട്ട് ഉണ്ട്. അത് നോക്കിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ശരിയാക്കി എടുക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഗൈസ്, കുറേ ആൾക്കാർ നമ്മളോട് കമൻറ്റിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ വണ്ടി വാങ്ങിയ ടൈം കൊണ്ട് പെര നന്നാക്കിയാൽ പോരാഞ്ഞോ, നിങ്ങൾക്ക് പുതിയൊരു പെര സെറ്റാക്കി കൂടാനിയോ എന്ന്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണ്? ഉമ്മക്ക് പറയാനുള്ളത് എന്താണ്? പെര സെറ്റാക്കാനോ പെര അങ്ങനെ കുടുങ്ങി കിടന്ന ഒന്നാമത്തെ പ്രശ്നം. പിന്നെ വണ്ടി അത്യാവശ്യമാണ്. നമുക്ക് പെരപ്പുറത്ത് കയറി പോകാൻ പറ്റില്ലല്ലോ ഗൈസ്. ഇങ്ങനത്തെ വണ്ടിയിലും കിട്ടിയത് അതിൽ പോകാനൊരു ആഗ്രഹം. ഒരു വണ്ടി സ്വന്തമായിട്ട് ഒരു വണ്ടിയിൽ ഒരു ദിവസം ഒരു വട്ടയിലൊന്ന് പോകാൻ പുതിയ ആർക്കല്ലാത്തത്. പിന്നെ വേറൊരു കാര്യം പാടെ എല്ലാവരും പറയുന്നുണ്ട്, നമ്മൾ പെരക്ക് ലോൺ എടുത്തിട്ടാണ് പെരൻ്റെ കാര്യം ചെയ്യാന്ന് പറയുന്നുണ്ട്. അതിന് കുറേ ആൾക്കാർ നല്ലത് പറയുന്നുണ്ട്, കുറേ ആൾക്കാർ മാണ്ട അങ്ങനെ ചെയ്യേണ്ട കുടുങ്ങുന്നൊക്കെ പറയുന്നത്. ലോണല്ല കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഓൾക്കൊരു ഡേറ്റ് കൊടുക്കുക, ആ ഡേറ്റിൻ്റെ ഉള്ളിൽ പലിശ ഒന്നും ഇല്ലാത്ത രീതിയിൽ അടച്ച് തീർക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ കഴിച്ച് അതും ശരിയായിട്ടൊന്നുമില്ല. ആദ്യം പഞ്ചായത്തിൻ്റെ പൈസ റിട്ടേൺ കൊടുക്കണം, അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആദ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ, എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പെരൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എന്തായാലും ഏകദേശം ടൈമുണ്ട്, ഒരു മാസത്തിൻ്റെ അടുത്ത് ടൈമുണ്ട്. ഈ പഞ്ചായത്തിൻ്റെ പൈസ എങ്ങനെ റിട്ടേൺ കൊടുക്കണം. പിന്നെ എന്താണ് പിന്നെന്താ ഇത്രയും പെട്ടെന്ന് വണ്ടി നന്നാക്കിയാണ്ട് നമ്മളെ കയ്യിൽ കിട്ടണം. അതാണ് നമുക്ക് സമയം കൊടുക്കും. കാരണം എല്ലാരും പറയണ്ടേ ഇതെടുത്തേരം വേറെ വണ്ടി വാങ്ങുക. പക്ഷെ നമ്മക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഇതാണ്.
പിന്നെ നമ്മളൊരു ഇതും കൂടി നോക്കണ്ടേ ആഗ്രഹങ്ങളല്ലേ അല്ലേ? നമുക്ക് ആവശ്യമായ വണ്ടി. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളെ എന്താ പറയാ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഓടി എന്താ പറയാ എങ്ങോട്ടേലും പോകാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾക്ക് വണ്ടി നമ്മൾ നോക്കിയത്. വണ്ടി നമ്മൾ നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾ നടക്കണം, നമ്മളെ വീഡിയോസ് നടക്കണം, നമ്മളെ പരിപാടികൾ നടക്കണം. എല്ലാത്തിനും പാടെ അനുയോജ്യമായ ഒരു വണ്ടിയാണ് നമുക്ക് ഈ ഒരു ഓമിന് പറ്റി നമ്മളത് എടുത്തു. അത്രേ ഉള്ളൂ. പിന്നെ എന്താ പിന്നെ എന്താ വെച്ചാൽ എല്ലാ വണ്ടിയിലും ഒരേ മാറ്റി ഇരിക്കാൻ പറ്റില്ല, ശ്രദ്ധിച്ചു. അതാണ് മെയിൻ പ്രശ്നം. 4 ഒരേ ജാതിയാണ്. ഒക്കെ വണ്ടി കയറി ശ്രദ്ധിച്ചു. ഇതിനാകുമ്പോ ഒരു കുഴപ്പമില്ല, അതുവരെ ഒരു കുഴപ്പമില്ല. നമുക്ക് ഒരു പെരക്ക് ആവട്ടെ, എന്നിട്ട് നമ്മൾ നല്ലൊരു വണ്ടി എടുക്കും. അപ്പോൾ നമുക്ക് നമ്മൾ ഈ വണ്ടി വിൽക്കൊന്നുമില്ല, ഈ വണ്ടി നമ്മളപ്പം തന്നെ ഉണ്ടാവും അല്ലേ? അതന്നെ. എന്താ പരിപാടി? ഇനി എന്താ പരിപാടി? ഏതായാലും ഇപ്പൊ നമുക്കിത് കൊണ്ടുപോകാൻ പോലും തരൂലല്ലോ. ഈ കണ്ടീഷനിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂല. വിട്ടുകൊടുക്കുക. നമ്മള് വന്നമായിരിക്കും തന്നെ പോകാം. നമുക്ക് വണ്ടി കാണാൻ പൂതിയായിട്ട് വന്നതല്ലേ. ഇനി ഗൈസ് എല്ലാവരും വണ്ടി എവിടെ എന്ന് ചോദിച്ചിട്ടുള്ള ഇതാണ്. ഞങ്ങളെ വണ്ടി ഇതാക്കണ്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് വീണ്ടും എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ പറയാണ്, വീണ്ടും പറയാണ് അല്ലേ മോണ്ടാ? ഓക്കെ. പിന്നെ നമ്മളെ പെരപ്പണിയും കൂടി അവിടെ തുടങ്ങാൻ കിടക്കല്ലേ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താണ് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തറവാട് നന്നാക്കി എടുത്തുകൂടെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പെരപ്പണി ചെയ്തുകൂടെയാണ്. ഗൈസ് ഞങ്ങൾ രണ്ടും പെട്ടൊരവസ്ഥയിലാണ്. നമുക്കാണെങ്കിൽ പെരപ്പണി തുടങ്ങാൻ പറ്റൂല. പെരപ്പണി ഗൈസ് തുടങ്ങുമ്പോൾ അവിടെ ഒരു ഭാഗത്ത് തറവാട് അങ്ങനെ ആയി കിടക്കുക. അതായത് തറവാട്ടിൽ നിൽക്കാൻ പറ്റും. എല്ലാവർക്കും വീതം കൊടുക്കാതെ അങ്ങനെ പെരപ്പണി തുടങ്ങാൻ പറ്റൂലല്ലോ. ആ പേര് ഞങ്ങളത് ഒറ്റക്കല്ല, ഉമ്മമാക്ക് അതിന് 3 അവകാശികളുണ്ട്. ആപ്പാപ്പുണ്ട്, 4 അവകാശി. ഞാനടക്കം 4 ആളില്ലേ. ഉമ്മക്ക് മണലയില് 4 അവകാശികളുണ്ട്. അപ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റൂല. പിന്നെ വേറെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളെ പെരൻ്റെ അങ്ങോട്ടുള്ള വയ്യ വാങ്ങിക്കണേ. ഞങ്ങളെ പെരപ്പോൾ കുന്നിൻ്റെ മുകളിലല്ലേ, അങ്ങോട്ടുള്ള വയ്യ വാങ്ങിക്കണേ. അപ്പോൾ അതിനുള്ള പൈസ നമ്മൾ കൊടുക്കാനുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പുതിയ പെരൻ്റെ അവിടുത്തത്, അതിന് എല്ലാത്തിനും പാടുള്ള പൈസ ഒന്നും കഴിച്ച് നമ്മളെടുത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയിട്ടായാലും ആ ഒരു പെര കയറ്റാന്ന് വിചാരിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി എടുക്കാനുള്ള ഒരു കാരണം. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി നോക്കണ്ടേ, നമ്മളെ ബഡ്ജറ്റും കൂടി നോക്കണ്ടേ. പെരപ്പണി നടക്കുന്നുണ്ട്, ലൈനിന്റെ പ്രശ്നം ഇത്രയും കാലം നീണ്ടു നിന്ന് അത് ഏതായാലും അൽഹംദുലില്ലാ ശരിയായി. അപ്പൊ ഞാൻ കുഴപ്പമില്ല. അതേ മൈക്കന്നെ നമ്മളെല്ലാ പരിപാടികളും നമുക്ക് പെര കയറ്റിക്കൂടായി അങ്ങനത്തെ യാതൊരു ഇതും ഉണ്ടായിട്ടല്ല. നമുക്ക് നല്ല പൂതിയുണ്ട് നല്ലൊരു പെരി പാർക്കാൻ. ഇൻഷാ അല്ലാഹ് എല്ലാം റെഡിയാവും. പടച്ചോനല്ലേ വലുത്. പിന്നെ അല്ലാതെ നമുക്ക് എന്താ പരിപാടി? പെരി പോട്ടെ. നമ്മൾ അങ്ങനെ അവസാനം നമ്മളെ ചെറുക്കനോട് വിട പറഞ്ഞുകൊണ്ട് കാണുന്നത് ഇനി നമ്മൾ കാണാൻ വരുമ്പോ നമ്മൾ ഇവനെയും കൊണ്ട് പോകും, നമ്മളെ വണ്ടീനെയും കൊണ്ട് നമ്മൾ പോകും. ഇനിയൊരു വരവുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വയ്ക്കാം. എന്താ മുന്നേക്ക് പറയാലോ? മുന്നേ എങ്ങനെയുണ്ട് വണ്ടി? എന്താ വണ്ടി ഓട്ടി നോക്കിയില്ല, ഓട്ടി നോക്കിയാലേ അറിയുള്ളൂ. പക്ഷെ എനിക്ക് കണ്ടിട്ട് ഒച്ചമ്പിളിയൊന്നും പണ്ടത്തെ മാതിരി കിട്ടിയില്ല. ഇനിയിപ്പോ ഇത് വരുമ്പോ കളറൊക്കെ മാറും, ആകെ മാറും. ഇങ്ങനെ ആവൂല പിന്നെ ഒട്ടും. ഇത് മാറ്റിക്കണ് ഗൈസ്, ഇവിടെ കണ്ടില്ലേ? ഈ സാധനങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് പണിയാണ്. ഇത് മാറ്റിക്കണ്. പിന്നെ അതേപോലെ തന്നെ ഇതും ഈ ഒരു സൈഡും ആ ഒരു സൈഡും ഇത് ശരിയാക്കണം. എങ്ങനെ അതൊക്കെ ശരിയാക്കും മാമ. ഡിസൈൻ ഞാൻ പറഞ്ഞു കൊടുത്തു. നമുക്ക് ശരിയായി പുതിയൊരു വണ്ടിയാണ്, അതാണ് നമ്മളെ ആഗ്രഹം. പഴയതാന്ന് നമുക്ക് തോന്നരുത്. വണ്ടി പഴയതാണ്, എന്നാലും നമുക്ക് തോന്നരുത് പുതിയ. നമുക്കെന്നല്ല ആർക്കും തോന്നൂല. പുതിയൊരു വണ്ടി ഇറങ്ങി തോന്നുള്ളൂ. അത്രേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് ഒരു തമിഴിലും കൂടെ ഒക്കെ എടുത്തിട്ട് നൈസായിട്ട് ഇതാവല്ലേ. ഓക്കെ, വെറുതെ ഓട്ടി നോക്കട്ടെ. മമ്മ മാറിക്കോ. സെറ്റാടാ മുന്നോട്ട് എപ്പോ കൊറേ ദിവസമായാലും ഓട്ടിയിട്ട്
അനക്ക് ഓട്ടി ഓട്ടിയോക്ക് ആകെ പേടി എന്താ അറിയോ ഡോറും കഴിഞ്ഞ് അപ്പുറത്തേക്ക് ചാടി പോവാന്നുള്ള പേടിയാ അല്ല വേറെ പേടിയില്ല ഗൈസ് ഞാനും വേണല്ലേ എനിക്ക് അപ്പൊ ഇനിയും പാടെ കൊയിച്ചടിച്ചാനാ ജോഡിനല്ലേ ഓനും കയറ്റിയാ ഓൻ പുറത്തു നിന്നോട്ടെ ആ ജേട്ടാ റോട്ടിക്കോ റോട്ടിക്കാ ആ എന്നാ കഴിച്ച് ഞങ്ങൾ റൗണ്ട് ഓട്ടിട്ട് വരാം പോയില്ലേ ആ ഓല് പോയി ഒലിഞ്ഞ് പോയിട്ട് വരട്ടോ ഓല് പോയി എട്ടാണ്ട് ഇജ്ജ് ഓടിച്ചിട്ടില്ലേ നോക്കട്ടെ ഈ കൂടെ ഒന്ന് റൗണ്ട് കിട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കാം ആ നോക്കേ നമ്മളെ വണ്ടിയല്ലേ നമുക്ക് പറ്റുള്ളൂ വേറെ വണ്ടി വിടാൻ പറ്റുമോ ഇല്ല ഇല്ല വെറ്റോലി സെറ്റ് വാ എന്നാ ഇനി പോവല്ലേ നമ്മളെ പൂതി കഴിഞ്ഞിരിക്കണം കേട്ടോ പൂതി കഴിഞ്ഞിട്ടില്ല പൂതിയും അങ്ങനെയല്ല പോണ്ട നീ കുടിച്ച് ഓനോന്ന് ഓടിച്ചോട്ടെ ഓട്ടിട്ടില്ലല്ലേ ഞാൻ ഓനോട് ചോദിച്ചാൽ ഇജ്ജ് ഓടിച്ചിട്ടില്ലേ അപ്പൊ ഒരു കറ്റാറ് ആ ഓനും കൂടി ഓടട്ടെ ഞാൻ ഓനോട് ചോദിച്ചു അപ്പൊ ഇജ്ജ് കറ്റായിരുന്നു ഇങ്ങോട്ട് എടുക്കണുള്ളൂ കേറും പിന്നെ അതൊന്നുമില്ല ഓ ഞങ്ങളെ ചാത്തമുണ്ടിന്ന് ഒരു ദിവസം കൊടുക്കണല്ലോ പീപ്പിൾസ് കൊണ്ടേക്കണല്ലേ ഞങ്ങളെ അങ്ങനെ കഴിഞ്ഞ അതിന് പോകാനൊന്നുമില്ലല്ലേ ഈ കൂടെ ഇതാക്കി കളിച്ചാലേ സംഭവം നഞ്ഞു പോയല്ലേ അല്ല കുഴപ്പമില്ല സംഭവം സെറ്റാണ് അല്ലേ നീ ഞങ്ങളെ വണ്ടി ഒന്ന് സെറ്റായി കിട്ടിയാൽ മതി ബാക്കി പിന്നെ നമുക്ക് ഇതാക്കാം പകുതി പണി കൂടി ഇല്ല ഏകദേശം സാധനങ്ങളൊക്കെ എത്തിക്കണ് ഞങ്ങൾക്കൊന്ന് വെച്ച് പിടിപ്പിച്ച അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വണ്ടി ഓഫ് നിൽക്ക് ഇനി എന്തായാലും നമുക്ക് ഇറങ്ങല്ലേ ഓക്കെ ഗൈസ് ഇനി എന്നോടാ പറയാനുള്ളത് പറ കളർ ഞാൻ കൺഫേം ആക്കിക്കണേ ആ ഞാൻ ഫസ്റ്റ് ആഴ്ച ആ എന്തായാലും പെയിന്റിങ്ങിന്റെ സെക്ഷൻ എത്തിയിട്ടില്ലല്ലോ ഇത് കഴിഞ്ഞിട്ട് വല്ല പെയിന്റിങ് ആക്കണേ അപ്പൊ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല കുറച്ചുകൂടി ഉണ്ടാവും പരിപാടി ലാസ്റ്റിക്കൊക്കെയുള്ള പരിപാടി കഴിഞ്ഞ് വയറിങ്ങും പിന്നെ അതുപോലെ ചെറിയൊരു സൗണ്ട് ആയിട്ടില്ല നിങ്ങൾ ബാക്കിൽ ചെറിയൊരു സൗണ്ട് അതുകൂടെ ക്ലിയർ ആക്കാണ്ട് നമുക്കറിയില്ല കഴിച്ച് നമ്മൾ ഓൾറെഡി ഓട്ടിയ ടൈമേ കുറച്ച് സൗണ്ട് ഉണ്ടായിനി പക്ഷെ നമുക്കറിയില്ലല്ലോ നമ്മൾ ഇതേ കമ്പനി കൊടുത്ത സൗണ്ടാണ് നമുക്കറിയില്ല എന്തായാലും നമുക്ക് ഉഷാറാക്കിയിട്ട് തന്നെ ഇറക്കാം സെറ്റാക്കിയിട്ട് എത്രയും ഇനി അധികം ഇതാക്കണില്ല പെട്ടെന്ന് ആക്കാൻ നോക്കാം കേട്ടോ കാരണം ഇനിയിപ്പോ പാച്ച് വർക്കും പുട്ടി വർക്കും കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടി സിമ്പിളാണ് ബാക്കിയുള്ള പുട്ടി വർക്കും പാടുണ്ടല്ലേ പുട്ടി വർക്ക് പാച്ച് വർക്ക് ആ ഒരു എടുത്ത കംപ്ലീറ്റ് സൈഡ് കമ്പനി ഫിനിഷിലേക്ക് എത്തിക്കണം അതായത് ഇപ്പോൾ അവിടെ ജസ്റ്റ് സ്പോട്ട് അടിച്ചിട്ടുള്ളൂ അത് ഇനി കംപ്ലീറ്റ് രണ്ടാമത് വെൽഡ് ചെയ്തിട്ട് ജസ്റ്റ് സ്പോട്ട് അടിച്ചിട്ട് അവിടെ ഫിറ്റ്മെന്റ് ചെയ്തിട്ടുള്ളൂ അതൊന്നും ശരിക്കും ഫിറ്റ് ചെയ്തിട്ടില്ല അതായത് സാധനങ്ങൾ ആ സ്ഥലത്ത് ഇങ്ങനെ ഒന്ന് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുള്ളൂ ഇപ്പൊ ഈ ഒരു വെൽഡിങ് കണ്ടില്ല നിങ്ങള് ഇവിടെ ആക്കിക്കണല്ലേ അപ്പുറത്ത് ആക്കിയിട്ടില്ലല്ലേ ചില സൈഡില് ഈ ബാറ്ററിന്റെ ഇത് മാറ്റി ഇവിടുത്തെ ഈ സാധനം മാറ്റിയിട്ടില്ല ജസ്റ്റ് ബാറ്ററി ഇടാൻ വേണ്ടിട്ട് അതല്ല ബാറ്ററിന്റെ ഉൾഭാഗം ഇവിടുത്തെ അടിഭാഗത്ത് കേസിലെ അതൊക്കെ പിന്നെ ലാസ്റ്റ് പിന്നെ ഇവിടെ ഉണ്ടല്ലേ ഇവിടെ ക്ലിയർ ആക്കില്ലേ ക്ലിയർ ആക്കി ആ ഹോള് പറഞ്ഞാൽ മാറ്റ് ഇടാനുള്ള ഹോളാണ് ഏത് ഇവിടെ 2 ഹോളുണ്ട് ഓക്കെ മനസ്സിലായി അത് മാറ്റ് ഇടാൻ ഇനിയിപ്പോ നമുക്ക് പെരപ്പണി കൂടി തുടങ്ങിയാലേ മണ്ണിപ്പാച്ചിൽ നമുക്ക് സാധനം വേണ്ടി വരും അല്ലേ ഇപ്പൊ ഇത് കണ്ടില്ല നിങ്ങള് ആടാ പെരപ്പണി തുടങ്ങണമെന്നുണ്ട് അപ്പൊ അതിന്റെ മുമ്പില് ഇതൊക്കെ ഇത് മാറുമോ ഇതൊക്കെ മാറ്റുമോ ഇത് പുതിയതാണ് ഇതിനൊന്നും ഒരു പ്രശ്നമല്ല പെയിന്റ് അടിച്ചു പെയിന്റ് അടിച്ചാൽ ഇവിടെ ഇവിടെ ഇവിടെ
അതൊക്കെ അതേമാതിരി പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. എടാ ഇതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പിന്നെ ക്വാളിറ്റി ഉണ്ട്. ഹോള് കമ്പനി കൊടുക്കണതാണ് ഇതാക്കാൻ വേണ്ടിയിട്ട്. അത് മറ്റേ ഡബർ ബുഷ് ഇട്ട് കൊടുക്കലേക്കാരം. പെരപ്പണി തുടങ്ങുമ്പോഴത്തേന് നമുക്ക് വണ്ടി വേണം. കാരണം അതിന്റെ സാധനങ്ങളും അതും നമുക്കൊരു വണ്ടി ആവശ്യമാണ്. അപ്പത്തിനും സെറ്റ് ആക്കി കേട്ടോ. ഞാൻ പെട്ടെന്ന് ആക്കിക്കോ, മാക്സിമം പെട്ടെന്ന് ആയിക്കോ. പിന്നെ കിട്ടാത്ത പാർട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പഴയതിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോ. അത് പിന്നെ മാക്സിമം പാർട്സ് കിട്ടിയാണ്. ഇനിയിപ്പോ നമുക്ക് ആ സ്റ്റീറിംഗിന്റെ ഈ ഒരു കവർ ഉണ്ടല്ലോ, ഏത് ഇത് ഞാനും നോക്കുന്നുണ്ട്. എനിക്ക് മറ്റേ ഈ സാധനം കിട്ടി, ഇത് കിട്ടുന്നില്ല. ഈ സാധനം കിട്ടി, ആ വീൽ കപ്പ് കിട്ടി. അത് അംബാസഡറിന്റെ ആണല്ലോ. അംബാസഡറിന്റെ അതന്നെ അംബാസഡറിന്റെ വരും. ഈ റിംഗ് ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യാം. നമ്മ ഇറങ്ങല്ലേ, ഇറങ്ങാ എത്രയും പെട്ടെന്ന്. ആയിക്കോട്ടെ. ശരീരം കഴിച്ച് വണ്ടി ഇല്ലാത്തതുകൊണ്ടല്ലോ നല്ല ഇടങ്ങേറുണ്ട്. നമുക്ക് എങ്ങോട്ടേലൊക്കെ പോകുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇതൊക്കെ കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞിട്ട് സെറ്റ് ചെയ്തൊക്കെയാണ്. അപ്പൊ അതിൻ്റെതായിട്ട് ഒരു ടൈമാണ് എടുക്കണത്. പിന്നെ ആ പുട്ടിയിട്ട് ലെവൽ ചെയ്ത് ബാക്കിയുള്ള പരിപാടിയൊക്കെ പിന്നെ പെട്ടെന്ന് ടപ്പേറിന് കഴിക്കാൻ മതി. പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഈ 2 പണിക്കാണ് ടൈം എടുക്കുക. പാച്ച് വർക്കും പുട്ടി വർക്കും. ക്ലോത്തൊക്കെ നമുക്ക് മാറ്റാം. സാധാ കമ്പനി ഇപ്പൊ ഇതിട്ടില്ലേ, ആ കമ്പനി തന്നെ ഇട്ടാ കിട്ടൂലേ? അത് കിട്ടും, കിട്ടും. ആ ടൈപ്പ് തന്നെ മതി. എന്നാ ഗൈസ് നമ്മളെന്നാ പോകാൻ നോക്കട്ടെ. നമ്മൾ നേരം എപ്പോഴാണ് ഇറങ്ങി? നമ്മൾ 4 മണിയോ 4:30 ഇറങ്ങിയ ഗൈസ്. ഇപ്പൊ എത്ര? 6 മണി 6:30. ഇതെന്താ പള്ളിയോ? മുസ്ലിം പള്ളിയാണ്. കണ്ടപ്പൻ അമയ പ്രിയൽ ഹാൾ പ്രയർ ഹാൾ പള്ളി. അത് മുസ്ലിം പള്ളിയോ? മുസ്ലിം പള്ളി എന്താ ഇങ്ങനെ ലുക്കില്? എടാ ഇത് പള്ളിയാ? ഇത് പള്ളിയാ? മുസ്ലിം പള്ളിയോ? ഗൈസ് ഇങ്ങനെ ഒരു പള്ളി ആദ്യമായിട്ടാണ് കാണുന്നത്. മറ്റേ റൗണ്ട കട പോലെ വേള് ഇനിയിവിടെ ഞാൻ പറയാൻ ഇത് ഞാൻ ദുബായിലൊന്ന് കണ്ടിക്കണ പറയും. ഇതെന്താ? അല്ലടാ ഞമ്മളവിടെ ആദ്യമല്ലേനോ നിസ്കാരപ്പള്ളി അറിഞ്ഞാണ്ട് ബാങ്ക് ആദ്യം ഇതെനിക്ക് തോന്നുന്നത് എന്താ അറിയോ? ബാങ്ക് കൊടുക്കലുണ്ടാവില്ലേക്കാണ് ചിലപ്പോ. പിന്നെ ഏത് പള്ളിക്കാണ് ബാങ്ക് കൊടുക്കാത്ത? അതല്ലേ നിസ്കാരത്തിനായിട്ട് റൂം പള്ളി എന്നല്ലാതെ. അപ്പൊ പിന്നെ എടാ ബാങ്ക് കൊടുക്കണ പള്ളിയാ? കുത്തുബ് എല്ലാ പരിപാടിയോ? അതായത് ഗൈസ് വെള്ളിയാഴ്ച നമ്മളെ കുത്തുബ അതിനെന്താ അറിയാ നിസ്കാരപ്പള്ളി? അങ്ങനെയല്ലടാ, കുത്തുബ ഉണ്ടാവില്ല എന്നുള്ളൂ, നിസ്കാരം ഉണ്ടാവും. വെള്ളിയാഴ്ച ഉള്ള ആ ഒരു പ്രസംഗല്ലേ, ചെറിയ പള്ളി. ചെറിയ പള്ളി. അതിന്റെ ഉള്ളിൽ ലൈറ്റ് സെറ്റ് ആയില്ലേ? നമ്മളെ പെരയിൽ വെക്കടായി. ഇത് പള്ളിയുടെ ആണോ? ഇത് പള്ളിയുടെ ആണോ? പ്രയർ ഹാൾ. പേരൊക്കെ കണ്ടപ്പൻ അതൊന്നും പേരൊക്കെ ചെയ്യേ. കണ്ടപ്പൻ അമസ പ്രയർ ഹാൾ. ഹംസ എന്നാണത്. മുസ്ലിം പള്ളിയാണ്. മമ്മാക്ക് എന്താ തോന്നി? കണ്ടപ്പൻ വീട്ടുപേരടാ പള്ളിയാണ്. നിസ്കാര പള്ളി നമ്മളെ അവിടുത്തെ മാതിരിക്ക് ചെറിയ പള്ളി മഴ ഉണ്ടാവില്ല. ആളാ മുസ്ലിം പള്ളിയാണ്. കണ്ടോ ലേഡീസ് ഹാള്, ലേഡീസിന്റെ ആള് മുസ്ലിം പള്ളി തന്നെയാണ് അല്ലേ? ക്രിസ്ത്യാനികൾക്ക് ഇത് മുസ്ലിമാണ്. പക്ഷെ വണ്ടിയുടെ ബാക്ക് നോക്കിച്ച് പോകാൻ നോക്കാം. അതല്ലാനിയല്ലോ ഡയലോഗ്. വണ്ടി എവിടെയാണെന്നാണിയല്ലോ. വണ്ടി നമ്മൾ കണ്ടു, വണ്ടി കേറി. ഇനിയിപ്പോ വണ്ടിനെ കൊണ്ടുപോകാൻ പറ്റൂലല്ലോ, കൊണ്ടുപോകാൻ പോരൂല നമ്മളപ്പോ. മാരുതി സുസുക്കി. എടാ ഈ സ്റ്റിക്കറൊക്കെ കളഞ്ഞോണ്ടിട്ടോ. മാരുതി സുസുക്കി, ആരുതി വേണ്ട, സ്റ്റിക്കർ വേണ്ട. വോൾസ് വാങ്ങണ്ട, അതാണ് ഞാൻ പറഞ്ഞത്. എന്നാടാ നമ്മൾ പോവാൻ നോക്കിയാലോ? ഓക്കെ. നിങ്ങൾ എങ്ങനെ പോകുന്നത്? എല്ലാരും പടി വണ്ടി പോകുന്ന ഒറ്റയ്ക്ക് വണ്ടി പോകുന്നു? ഓക്കെ. ഇതിപ്പോ കൊറേ ദൂരത്തുനിന്നാ കൊണ്ടുവരുന്നേ. നമ്മളന്ന് വന്നില്ല, കൊടുത്തില്ല വണ്ടി അവിടുന്ന്. ബമ്പറൊക്കെ എന്താ അവസ്ഥ? സെറ്റ് ചെയ്തതാണ് ഈ ഒരു പീസ് വെച്ചിട്ടൊക്കെ. ബമ്പർ കമ്പനി ഇങ്ങനെ ബമ്പർ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പാച്ച് ചെയ്ത് റെഡി ആക്കാവുന്നേ ഉള്ളൂ. പെയിന്റ് അടിച്ചിട്ട്
ഹെഡ്ലൈറ്റ് ഒക്കെ വേറെ ഓർഡർ കൊടുത്തു, ഹെഡ്ലൈറ്റ് പുതിയ പുതിയതാക്കാം. വീഡിയോ എടുക്കുന്നോണ്ട് മടി കഴിക്കാൻ അത് എൻ്റെ കാക്കെ ആണോ? അപ്പൊ നിങ്ങൾ രണ്ടാളും പാടെ ചെയ്യണ പരിപാടിയാ? ഇവൻ ഷോപ്പിൽ വർക്ക് ചെയ്യണം. എന്റെ ഫ്രണ്ട് എൻ്റെ ഒപ്പം പഠിക്കണ തന്നെയാണ്. ആണോ? ഇജ്ജ് പഠിച്ചോ? എന്താ പഠിച്ചത്? ഡിഗ്രി. ആണോ? നമ്മളെ ഫാത്തിമയില് സോറി അല്ല ഞാൻ ജയിച്ചെന്ന് പറഞ്ഞു. നോക്കാം അഞ്ഞു ഇവിടെ വെക്കണ്ട. എങ്ങനെ ആണോ? എന്നാ പാടാ പോവാ. അഞ്ഞൂടെ കണ്ടു. എന്റെ പേരെന്താടി? എമിൽ. എമീൻ. സൂപ്പർവൈസറാണ്. നിങ്ങളെ പേരെന്താടി? ആദില്. നിങ്ങളല്ലല്ലോ ചെറുക്കന്മാരല്ലേ നിങ്ങൾ? അനക്ക് എത്ര വയസ്സ്? എനിക്ക് 21, 20. അനക്ക് 21? നിങ്ങൾ വിളിച്ചേ അല്ലാ എനിക്ക് 24. 25. 26. ഇക്കൊല്ലം പേർക്ക് 26. 2020 പോവും. അപ്പൊ എങ്ങനെ പിന്നെ അല്ല അവൻ നവംബറാണ്. പക്ഷെ ഇപ്പൊ പ്രായം തോന്നില്ലല്ലോ. അല്ല ഇജ് വേറെ ശ്രദ്ധിച്ചില്ല എന്റെ മുഖത്ത് എന്തെങ്കിലും വ്യത്യാസം? ആണോ? അതൊന്നും പ്രശ്നമല്ല. ഞാൻ കൊറേ ഫോട്ടോ ആക്കിനാ. ആ പള്ളിക്ക് ആളുണ്ട് കേട്ടോ. ആ പള്ളിക്കത്തെ ആൾ നോക്കുന്നുണ്ട്. വാ വന്നാ ഇറങ്ങല്ലേ? ഞങ്ങളിങ്ങനെ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കാണ്. അപ്പോഴാണ് ചെങ്ങായി നമ്മളെ വണ്ടിക്ക് കൈ കിട്ടിയത്. എന്തിനാ കൈ കിട്ടിയത്? ഞാൻ രാത്രിയില്ല, ഇവിടെ ആരും ഇല്ല. ഞാൻ ഇവിടുത്തെ കണ്ട് പോകുകയും ചെയ്തു. ഒറ്റക്ക് പേരില് ഇവിടെ ആരും കാണില്ല. ഞാനോ? ഞാൻ പിന്നെ മൂത്താവരേക്ക് റോട്ടിൽ നിന്ന് കഴിച്ച് ഇങ്ങനെ കൈ നീട്ടുന്നുണ്ട്. ഒരു വണ്ടി പോകുമ്പോ കൈ കെട്ടിയാല് ചിലപ്പോ വണ്ടി പെട്ടെന്ന് പോകില്ലടാ. അങ്ങനെ നിന്ന് നേരത്തെ കൈ കാട്ടില്ല, ഒഴിഞ്ഞൊന്ന് കട്ടി കൊട്ടിട്ടോ. ഓ കൈ കാട്ടിയൊക്കെ ശരി തന്നെയാണ്. ഞാൻ പിന്നെ കണ്ടു. പിന്നെ ചെറിയ ചെക്കനല്ലേ ഇങ്ങനെ റിട്ടേൺ വന്നതാ. എന്നാ പോവല്ലേ നമുക്ക്? എന്താണ് പേര്? നാസിൻ. ഇവൻ കഴിച്ച് അങ്ങനെ കണ്ട അന്തം മുട്ടിക്കണേ. ഉമ്മ മേടിച്ചിക്കണേ. ഞാന് പേടിച്ചെന്താ ഈ കുട്ടി ഇങ്ങനെ ഉമ്മേന്ന് അറിയണ ആവാന്ന് എഴുതിയാണ്ടേ. അത് നമ്മളെ കണ്ടിട്ടാൻ കഴിച്ച് ഓൻ ഒച്ചമണി ഉണ്ടാക്കിയത്. അപ്പൊ ഈ കുറച്ച് നേരത്തെ മുമ്പ് ഞങ്ങൾ ചെക്കന്മാര് പോയില്ലോ. അപ്പൊ ഞാൻ കണ്ടില്ലേ. ആണോ? കഴിച്ച് നമുക്ക് പിന്നെ പോണ പോക്കിലാണ്ട് ആക്കി കൊടുക്കാം. കഴിച്ച് നമ്മൾ ചെറുക്കനെ വരിയിലാക്കി ഒരു പടം വരണോ ചീത്തറേ എന്ത് തൊള്ളയില് ഞങ്ങളും അന്തം വിട്ടു, ഓനും അന്തം വിട്ടു. പെരീത്തെ എല്ലാരും കേസ് ഇറക്കി വരുന്നുണ്ട്. പിന്നെ എടാ നിങ്ങൾ എന്തിനാ ഇബനെ ഒറ്റക്കാക്കിട്ട് വന്നത്? അല്ല ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. ഞാൻ ഇവിടെ ഇറങ്ങിയില്ലേ. ഞാൻ ഇവിടുന്ന് മനസ്സിലായി. ഇപ്പഴാണ് എനിക്ക് മനസ്സിലാവണേ. മനസ്സിലായത്. അപ്പൊ കളിച്ചാൻ പോകുമ്പോ ഇബനി ഒപ്പം കൊണ്ടുപോയിക്കൂടെ അല്ലേ? ഞാനെന്താ ഫോട്ടോ എടുക്കാനാണെങ്കിൽ മറ്റോമാരാണ് മുമ്പിൽ പോയിക്കണേ. ഇവരിപ്പോ ഒരു ഫോട്ടോ എടുത്തിട്ട് വിടാം. ഞങ്ങളിപ്പോ എന്റെ ഉമ്മക്ക് ഉണ്ടായിനി, ഇമ്മി അനിയനൊക്കെ ഉണ്ടായിനി. പോയി